ദൈവം പോലും മറന്നോ എന്ന് ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ലേ? ദൈവത്തെ സ്നേഹിച്ച, സേവിച്ച ഒരു ജീവിതം, അങ്ങനെയാണ് ജീവിച്ചത്. ദൈവസ്നേഹം ധാരാളം അനുഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ രോഗം വന്നപ്പോൾ, പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിച്ചപ്പോൾ ദൈവം എവിടെ എന്ന് സംശയിച്ചു പോയി. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ പിന്നീടാണ് സാധിച്ചത്. ബഥാനിയയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനം യേശു സ്ഥിരമായി സന്ദർശിച്ചിരുന്ന ഒരു സ്ഥലമാണ്. യേശു ആ കുടുംബത്തെ സ്നേഹിച്ചു. അതവൻ്റെ സ്വന്തം വീട് പോലായിരുന്നു. ആ വീട്ടിലുള്ളവരും യേശുവിനെ സ്നേഹിച്ചു. ഇപ്പോൾ ഇതാ അവരുടെ ഒരു പ്രതിസന്ധി. ആ വീട്ടിൻ്റെ എല്ലാമായിരുന്ന ലാസർ ദീനമായി കിടക്കുന്നു. ആ വാർത്ത യേശുവിൻ്റെ അടുത്തെത്തിച്ചു. എന്നാൽ 3 ദിവസത്തേക്ക് യേശു ഒന്നും ചെയ്തില്ല എന്നാണ് നാം വായിക്കുന്നത്. ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞാണ് യേശു ആ വീട്ടിലേക്ക് വന്നത്. പോയവൻ പോയി ഒരു ആശ്വാസവാക്ക് പറയുവാൻ പോലും യേശു അവിടം വരെ വന്നില്ലല്ലോ എന്നായിരിക്കും സഹോദരിമാരുടെ ആദ്യത്തെ ചിന്ത. എത്ര വച്ചു വിളമ്പി കൊടുത്തതാണ്, എന്നാൽ കണ്ടില്ലല്ലോ. എന്നാൽ യേശു അവഗണിച്ചതല്ല. അവൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന്. ദൈവത്തിന് തൻ്റെ സമയമുണ്ട്. അതാണ് ഏറ്റവും ഉത്തമമായ സമയം. നമ്മുടെ അക്ഷമ കൊണ്ട് നാം ദൈവത്തിൽ നിന്നും പിടിച്ചു വാങ്ങുവാൻ ശ്രമിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമാകില്ല. അതിനേക്കാൾ അത് ദൈവനാമം മഹത്വമാകില്ല എന്നും കൂടി ഓർക്കണം. എത്രയെത്ര അനുഭവങ്ങളിൽ ധൃതി പിടിച്ച് ദൈവഹിതം അറിഞ്ഞിട്ടും അതിനായി ക്ഷമയോടെ കാത്തിരിക്കാതെ കുറുക്കു വഴികളിലൂടെ കാര്യം സാധിക്കുവാൻ ശ്രമിച്ചു. ഇന്ന് അത് വേദനയും ദൈവനാമത്തെ മറ്റുള്ളവർ ദുഷിക്കുവാൻ കാരണവുമായി. ദൈവസന്നിധിയിലേക്ക് ചെന്നാലും അവൻ താമസിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും അവിടുന്ന് അവൻ്റെ സമയത്ത് തന്നെ വരും. അവിടുത്തെ നാമം മഹത്വപ്പെടും. അതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലെ ഈ അതിപ്രധാന സംഭവം നമ്മൾ ഒരുമിച്ച് പഠിക്കുവാൻ പോകുകയാണ്. എടുത്താട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 31 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്നിനിയും അതിമനോഹരമായ 11-ാം അധ്യായത്തിലേക്ക് വരികയാണ്. യേശു ബഥാനിയിലെ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നു. യോഹന്നാൻ്റെ വീക്ഷണം മനസ്സിലാക്കുവാൻ നമുക്ക് ഏതാനും നിമിഷങ്ങൾ ഒന്ന് ചെലവഴിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 10 അധ്യായങ്ങളിൽ ക്രിസ്തു തന്നെ പലയിടത്തും വെളിപ്പെടുത്തിയതായി നാം കാണുന്നു. അനേകം അതിഥികളും അവൻ്റെ ശിഷ്യന്മാരും കൂടി വന്നിരുന്ന കാനാവിലെ കല്യാണത്തിലാണ് അതിൻ്റെ ആരംഭം കുറിച്ചത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാര പെരുന്നാളിലും പ്രതിഷ്ഠോത്സവത്തിലും ജനം മുഴുവൻ അവൻ്റെ മുമ്പാകെ നിന്നിരുന്നു. അവൻ തന്നെ അവർക്ക് വെളിപ്പെടുത്തി. എന്നാൽ അവർ അവനെ ത്യജിച്ചു കളയുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ അവൻ്റെ പ്രവൃത്തികൾ ത്യജിക്കപ്പെടുന്നതായി പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 8-ന്റെ 58-ഉം 59-ഉം വാക്യങ്ങളിൽ അവൻ്റെ വചനങ്ങൾ ത്യജിക്കപ്പെടുന്നതായി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30-ഉം 31-ഉം വാക്യങ്ങളിൽ അവൻ്റെ ആളത്വം ത്യജിക്കപ്പെടുന്നതായി കാണാവുന്നതത്രേ. ഈ അധ്യായം ഒരു മധ്യവർത്തിയായിട്ടാണ് നിലകൊള്ളുന്നത്. 11-ാം അധ്യായം ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമാപിക്കുകയും തൻ്റെ സ്വകാര്യ ശുശ്രൂഷയിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ യേശു ഇസ്രായേൽ ജാതിയോടുള്ള തൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷം അവൻ വ്യക്തികളോടാണ് പ്രവർത്തനം കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നത്. പെസഹായും പ്രതിഷ്ഠോത്സവത്തിനും ഇടയ്ക്കാണ് ഈ അധ്യായത്തിലെ സംഭവം നടന്നത്. അതായത് ഡിസംബറിനും ഏപ്രിലിനും ഇടയ്ക്ക്. യോഹന്നാന്റെ സുവിശേഷം ഒരു പർവ്വതം കയറുന്നത് പോലെയാണ്. അതിൽ ഓരോ അധ്യായവും നമ്മെ കഴിഞ്ഞ അധ്യായത്തേക്കാൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് നയിക്കുന്നു. താൻ എന്തിനു വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന കാര്യം യോഹന്നാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഓർത്തിരിക്കേണ്ട കാര്യമത്രേ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശുവിൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. 20-ാം അധ്യായത്തിൻ്റെ 30-ഉം 31-ഉം വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്.
ഇപ്രകാരമാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 14-ാം വാക്യം. ജഡത്തിൽ അവൻ നമ്മുടെ ഇടയിൽ നടന്നപ്പോൾ ഈ വലിയ സത്യം അടയാളങ്ങളിൽ കൂടെയും ഉപമകളിൽ കൂടെയും ഉപദേശങ്ങളിൽ കൂടെയും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇനിയും ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: യേശുവിന് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുമോ? ഏത് വിശ്വാസത്തിലെയും ഏറ്റവും വലിയ ചോദ്യം മരണത്തെ സംബന്ധിക്കുന്നതത്രേ. മരണം എന്നത് ഒരു വലിയ മർമ്മമാണ്. ജീവനും ഒരു മർമ്മമാണ്. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എങ്കിൽ ജീവിതം വാസ്തവത്തിൽ അർത്ഥശൂന്യമാണ്. ഏതൊരു മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ചോദിക്കേണ്ട ചോദ്യം എന്തെന്നാൽ അതിന് മരണത്തിന്മേൽ അധികാരമുണ്ടോ എന്നത്രേ. ഈ ഭൂമിയിൽ നമുക്ക് വളരെയധികം നന്മകൾ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ നൽകിയിരിക്കുന്ന നിത്യജീവനാണ്. മരിച്ചവർ ജീവിക്കുമോ, ഉയർക്കുമോ എന്നത് വളരെ പ്രായോഗികമായൊരു ചോദ്യമാണ്. ജീവിതം വളരെ ചുരുങ്ങിയ ഒന്നത്രേ. നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ ജീവിതം ഒരു ചെറിയ ദിവസം മാത്രമാണ്. യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ശരീരമായിരുന്നു സൗഖ്യം പ്രാപിച്ചത്. യേശു മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ ശരീരമായിരുന്നു ഉയർത്തെഴുന്നേറ്റത്. ഈ ലോക ജീവിതത്തിൽ പല വലിയ വാഗ്ദാനങ്ങളും നൽകുന്ന ഉപദേശങ്ങൾ മിക്ക മതങ്ങളിലും വളരെയുണ്ട്. എന്നാൽ മരണത്തിന് അപ്പുറത്തായി അവ യാതൊരു വാഗ്ദാനവും നൽകുന്നില്ല. അതെ, നിലത്തിറക്കേണ്ടത് എങ്ങനെ എന്നറിയാൻ പാടില്ലാത്ത ഒരാൾ വിമാനം പറപ്പിക്കുന്നത് പോലെയാണ് അത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും മഹത്തായ പ്രത്യാശ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശു മരിച്ചവരെ ഉയർപ്പിച്ച 3 സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 12 വയസ്സുണ്ടായിരുന്ന പെൺകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവളെ ഉയർപ്പിക്കുന്നു. പിന്നീട് ശ്മശാന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന മരിച്ച ഒരു യുവാവിനെ കുറിച്ച് നാം വായിക്കുന്നു. തുടർന്ന് ഒരു മുതിർന്ന വ്യക്തിയായിരുന്ന ലാസറിനെ കുറിച്ച് കാണുന്നു. അവൻ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു. അവനെ അടക്കുകയും ചെയ്തിരുന്നു. വിവിധ പ്രായത്തിൽപ്പെട്ട അവരെയെല്ലാം യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവരെല്ലാം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, എന്നാൽ പുനരുദ്ധാനം പ്രാപിച്ചില്ല. ജീവൻ വീണ്ടും പ്രാപിക്കുകയാണ് ചെയ്തത്. പുനരുദ്ധാനം ഇതത്രേ: ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരവുമുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. മുൻപ് പറഞ്ഞവരെല്ലാം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റെങ്കിലും അവരിൽ ആർക്കും തന്നെ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരം ലഭിച്ചില്ല. അവരെല്ലാവരും തന്നെ വീണ്ടും മരണത്തെ അഭിമുഖീകരിച്ചു. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമാണ്. അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രമാണ് യഥാർത്ഥ പുനരുത്ഥാനം. രോഗികളെ സൗഖ്യമാക്കുന്നതിന് നമ്മുടെ കർത്താവ് വിവിധ രീതികൾ ഉപയോഗിച്ചു. എങ്കിലും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് എല്ലായ്പ്പോഴും ഒരേ രീതിയാണ് അവൻ ഉപയോഗിച്ചത്. അവർ അവനെ കേൾക്കുന്നു എന്ന പോലെ അവൻ അവരെ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവൻ അപ്രകാരം ചെയ്തതെന്നറിയാമോ? അവന്റെ ശബ്ദം കേൾക്കുന്നു എന്നതത്രേ അതിന്റെ കാരണം. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ മടങ്ങി വരുമ്പോൾ നമ്മിൽ ഓരോരുത്തരും തങ്ങളുടെ പേർ വിളിക്കുന്നത് കേൾക്കുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടുന്ന് നമ്മെ മരിച്ചവരിൽ നിന്ന് വിളിച്ചു വരുത്തുന്നു. 11-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-2 വാക്യങ്ങൾ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ബഥാന്യ മറിയയുടെ ഗ്രാമമായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇത് ഏകദേശം AD 90 എഴുതിയത്. യേശുവിന്റെ കാലിൽ പരിമള തൈലം പൂശിയ മറിയയെക്കുറിച്ച് അപ്പോഴേക്കും ആളുകൾ ശരിക്കും അറിഞ്ഞിരുന്നു. അതുകൊണ്ടത്രേ മറിയയുടെ ഗ്രാമമായ ബഥാന്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൾ പൊട്ടിച്ച പരിമള തൈലത്തിന്റെ വാസന ഇന്നും ഈ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നത് എത്ര അനുഗ്രഹമാണല്ലേ. സുവിശേഷം എവിടെല്ലാം ഘോഷിക്കപ്പെടുമോ അവിടെയൊക്കെയും അവളുടെ പ്രവൃത്തിയും ഓർമ്മിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞിരുന്നു. അത് മാർത്തയുടെ ഭവനമായിരുന്നു. നമ്മുടെ കർത്താവ് മുമ്പ് അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് യേശുവിന് അത്താഴം കൊടുക്കുവാനുള്ള തിരക്കിലായിരുന്നു നമ്മുടെ മാർത്ത.
തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി വ്യാകുലപ്പെടുന്നതിൽ ഏറെ നല്ലത് തൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് തൻ്റെ വചനങ്ങൾ പഠിക്കുന്നതാണെന്ന് യേശു അന്ന് അവളോട് പറഞ്ഞു. അത് മറിയയുടെ ഗ്രാമവും മാർത്തയുടെ ഭവനവുമായിരുന്നു. വ്യത്യസ്തങ്ങളായ വരങ്ങളാണ് ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. ചില സഹോദരിമാർക്ക് ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹീത വരമാണുള്ളത്, നല്ലതുപോലെ കഞ്ഞിയും കറിയും ഒക്കെ വെക്കാൻ. ചിലർക്ക് മറ്റ് ശുശ്രൂഷയ്ക്കുള്ള വരമായിരിക്കുമുള്ളത്. അവർ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുകയും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയും സഭാ ശുശ്രൂഷയിൽ സഹായിക്കുകയും അങ്ങനെ അനേക കാര്യങ്ങൾ. ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീക്കും ഭവനത്തിനു പുറമെ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീക്കും ഒരുപോലെ കർത്താവിനെ സേവിക്കുവാൻ കഴിയുമെന്ന കാര്യം ഓർത്തിരിക്കേണ്ടതത്രേ. വിവിധങ്ങളായ ശുശ്രൂഷയ്ക്കായി പരിശുദ്ധാത്മാവ് വരങ്ങൾ നൽകുന്നു. മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസർ ദീനമായി കിടന്നിരുന്നു. ഇനിയും 3-ാം വാക്യത്തിൽ നാം കാണുന്ന, ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ഈ പ്രിയപ്പെട്ടവർ പാവപ്പെട്ടവരാണ്. ചില വിനയമുള്ള ആളുകളുണ്ട്. അവർ അപേക്ഷിക്കുകയോ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ആവശ്യപ്പെടുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുകയില്ല. പ്രശ്നം യേശുവിനോട് അവർ അറിയിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം യേശുവിനവർ വിട്ടുകൊടുക്കുന്നു. നാം കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ദാസനല്ല യേശു. മാർത്തയും മറിയയും കർത്താവിനെ നല്ലവണ്ണം അറിഞ്ഞിരുന്നു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. നിനക്ക് പ്രിയനായവൻ, യേശു ലാസറിനെ സ്നേഹിച്ചിരുന്നു. അവൻ എന്നെ സ്നേഹിച്ചു എന്ന് പൗലോസ് പറയുന്നുണ്ട്. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശു നമ്മെ സ്നേഹിച്ചു എന്ന് പത്രോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. അതെ, അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. ദൈവവേദലായിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും യേശു സ്നേഹിക്കുന്നു. സ്നേഹം രോഗം അനുവദിക്കുന്നു. 4-ാം വാക്യം നോക്കിക്കേ. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രയെന്ന് പറഞ്ഞു. യേശു അപ്പോൾ ബഥാന്യയിൽ ഉണ്ടായിരുന്നില്ല. ഈ കാര്യം ഓർത്തിരിക്കണം. വിവരം യേശുവിനെ ചെന്നറിയിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു വിശ്വാസിക്ക് രോഗം വന്നുകൂടാ എന്ന് ചിലർ പറയാറുണ്ട്. രോഗം ദൈവഹിതപ്രകാരമാണോ ഉണ്ടാകുന്നത്? അതേക്കുറിച്ച് പറയുവാൻ ലാസർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമല്ല രോഗം കേട്ടോ. ഇതൊക്കെയും നീതിമാന്മാരും ജ്ഞാനികളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതൊക്കെയും തന്നെ ശോധന ചെയ്യുവാൻ ഞാൻ മനസ്സുവെച്ചു. സ്നേഹമാകട്ടെ ദ്വേഷമാകട്ടെ ഒന്നും മനുഷ്യൻ അറിയുന്നില്ല, സർവവും അവരുടെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് സഭാപ്രസംഗി പറയുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം അവനെ സ്നേഹിക്കുന്നുവോ ഇല്ലയോ എന്ന് പറയുവാൻ കഴിയുകയില്ല എന്നർത്ഥം. വിധിക്കുവാനുള്ള അവകാശം എനിക്കില്ല. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത് എന്ന് ബൈബിൾ പറയുന്നു. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. 1 കൊരിന്ത്യർ 4:5. ലാസർ ദീനമായി കിടന്നപ്പോഴും യേശു അവനെ സ്നേഹിച്ചു. അതുമാത്രമല്ല, ലാസർ മരിക്കുവാൻ പോലും യേശു അനുവദിക്കും. എന്നാൽ അപ്പോഴും അവൻ ലാസറിനെ സ്നേഹിക്കുന്നുണ്ട്. 5-6 വാക്യങ്ങൾ. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. നീ സുഖമായിരിക്കുമ്പോഴും നീ രോഗിയായിരിക്കുമ്പോഴും എല്ലാ സമയത്തും യേശു നിന്നെ സ്നേഹിക്കുന്നു. ഒരിക്കലും അവൻ നിന്നെ സ്നേഹിക്കാതിരിക്കുന്നില്ല. താങ്കളെ സ്നേഹിക്കുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. എന്നാൽ താങ്കൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ അവൻ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എന്ന് താങ്കൾ ചോദിച്ചേക്കാം. അതിൻ്റെ കാരണം എന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഉറപ്പായി പറയാം. താങ്കളൊരു വിശ്വാസിയായിരുന്നാലും അല്ലെങ്കിലും അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. സൂര്യൻ പ്രകാശം കൊടുക്കുന്നതിനെ തടസ്സപ്പെടുത്തുവാൻ താങ്കൾക്ക് കഴിയില്ല. എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് താങ്കൾക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയും. താങ്കളുടെ ജീവിതത്തിൽ ദൈവസ്നേഹം പ്രകാശിക്കുന്നത് തടയുന്നതിനായി ഒരു കുട മറയായി പിടിക്കുവാൻ കഴിയും. എന്ന് കണ്ട് സ്നേഹം ദൈവം നൽകുന്നില്ല എന്നർത്ഥമില്ല. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ അവനോട് അറിയിപ്പാൻ ധൈര്യത്തോടെ അവൻ്റെ അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. ധൈര്യം എന്നാൽ സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. താങ്കളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ തുറന്നു കാട്ടുവാനുള്ള ധൈര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ അപേക്ഷകൾ
അവകാശവാദങ്ങളായി തീരണമെന്നല്ല ധൈര്യം എന്നതിൽ അർത്ഥമാക്കേണ്ടത്. പ്രയാസങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുകയും നമ്മെ മുട്ടിന്മേൽ നിർത്തുകയും ചെയ്യുന്നു. മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞിരുന്ന സമയത്ത് പ്രയാസങ്ങൾ ഉയർന്നു വന്ന സമയം മോശ വീണ്ടും വീണ്ടും യഹോവയോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അസീര്യക്കാരുടെ ഭീഷണിപ്പെടുത്തുന്ന എഴുത്ത് എടുത്തുകൊണ്ട് ഹിസ്കിയ രാജാവ് യഹോവയുടെ മുൻപിൽ അതിനെ സമർപ്പിച്ചു. യോഹന്നാൻ സ്നാപകൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ ദുഃഖവാർത്തയുമായി കർത്താവിന്റെ അടുക്കൽ ചെന്നു. താഴ്വരയുടെ അനുഭവത്തിലാണ്, മരണനിഴലിൻ താഴ്വരയിലാണ് നാം ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ പഠിക്കേണ്ടത്. അവൻ നമ്മെ സഹിഷ്ണുത പഠിപ്പിക്കുന്നു. അവനിൽ നമുക്ക് വിശ്രമിക്കാമെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു. സകലവും അവൻ നന്മയ്ക്കായി ചെയ്യുന്നു എന്നും അവൻ നമ്മെ പഠിപ്പിക്കുന്നു. കണ്ണുനീരിനും ദുഃഖത്തിനും ജീവിതത്തിലെ പരിശോധനകൾക്കുമെല്ലാം അപ്പുറത്തേക്ക് നോക്കി വന്ന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട് എന്ന് നാം കാണേണ്ടതത്രേ. ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. ദൈവത്തിന് ഇതിൽ കൂടി മഹത്വം ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് യേശു അത് സംഭവിക്കുവാൻ അനുവദിച്ചത്. നാമോ നമ്മുടെ ഭവനമോ നമ്മുടെ സഭയോ നമ്മുടെ പട്ടണമോ അല്ല ഭൂലോകത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. സകലവും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് സംഭവിക്കുന്നത്. സ്വർഗമാണ് സകലത്തിൻ്റെയും ആസ്ഥാനം. അവന്റെ അനുവാദം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. അവൻ അനുവദിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വത്തിനായി തീരുക തന്നെ ചെയ്യും. കർത്താവ് മാർത്തയെ സ്നേഹിച്ചു എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതത്രേ. ചിലപ്പോൾ നാം മാർത്തയെ കുറ്റപ്പെടുത്താറുണ്ട്, അവളെ വിമർശിക്കാറുണ്ട്, അല്പം കർക്കശമായി പോകാറുണ്ടല്ലേ. അവൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരുന്നു. ഏറ്റവും ഉത്തമമായ കാര്യം അവൾ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അതൊന്നും നമ്മുടെ കർത്താവ് അവളെ സ്നേഹിക്കുന്നതിന് തടസ്സമായി കണ്ടിരുന്നില്ല. ലാസർ മരിക്കുവാൻ യേശു അനുവദിച്ചത് ക്രൂരമായി തോന്നാവുന്നതാണ്. ഇവിടെ ഒരു ദൂത് നമുക്ക് ലഭിക്കുന്നു. യേശു വികാരങ്ങൾക്ക് അടിമയായിരുന്നില്ല. അവൻ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും തന്നെ വിധേയപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. വീണ്ടും എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതത്രേ. യേശു മുമ്പ് അവിടെ ആയിരുന്നു, എന്നാൽ അവിടെ നിന്നും പിൻവാങ്ങിപ്പോകുവാൻ നിർബന്ധിതനായിത്തീർന്നു. ഇപ്പോൾ അവൻ അവിടേക്ക് മടങ്ങിപ്പോവുകയും തൻ്റെ ശിഷ്യന്മാരെ കൂടെ അപകട മേഖലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. 9-10 വാക്യങ്ങൾ. അതിന് യേശു, പകലിന് 12 മണി നേരം ഇല്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചം ഇല്ലായ്ക കൊണ്ട് ഇടറുന്നു എന്നുത്തരം പറഞ്ഞു. പകലിന് 12 മണിക്കൂർ ഉണ്ട്. അതിന് മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. പിതാവ് ഒരു ജോലി പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുവാൻ യാതൊരു ശക്തിക്കും കഴിയുകയില്ല. ഇവിടെ ഒരു വലിയ പ്രമാണം നാം കാണുന്നു. ദൈവം ഓരോ മനുഷ്യനും ഈ ലോക ജീവിതത്തിൽ ഓരോ ജോലി നൽകിയിട്ടുണ്ട്. അതിനെ ഒരു ദിവസം പോലും ദീർഘിപ്പിക്കുവാൻ യാതൊരുത്തർക്കും കഴിയുകയില്ല. താങ്കൾ അവനെ അനുഗമിക്കുന്നുവെങ്കിൽ യാതൊരുത്തർക്കും പിശാചിന് പോലും ദൈവോദ്ദേശത്തെ തകിടം മറിക്കുവാൻ കഴിയുകയില്ല എന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. അവനെ അനുഗമിക്കാൻ കഴിയാതെ പോകുന്നത് ആപത്താണ്. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാകയാൽ അവനെ അനുഗമിക്കാത്തവർ ഇരുളിലാണ് വസിക്കുന്നത്. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണും. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. 11 മുതൽ. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവൻ സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നും അനേകർക്കും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. നിദ്ര എന്ന് പറയുന്നത് ആത്മാവിനുള്ളതല്ല, ശരീരത്തിനുള്ളതാണ്.
ഈ ജീവിതത്തിലെ നിദ്രയ്ക്കും മരണമാകുന്ന നിദ്രയ്ക്കും അതുതന്നെയാണ് വാസ്തവം. മരണമെന്നാൽ വേർപാട് എന്ന അർത്ഥമത്രേ. വിശ്വാസിയുടെ ശരീരം കല്ലറയിൽ നിദ്ര കൊള്ളുന്നു, എന്നാൽ ആത്മാവ് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരീരം വിടുന്നത് കർത്താവിനോട് കൂടെ വസിപ്പാനായിട്ടാണ്. നിദ്ര കൊള്ളുന്നവരിൽ ആദ്യ ഫലം എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശു ഇന്ന് എവിടെയെങ്കിലും നിദ്ര കൊള്ളുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. അവൻ ഇപ്പോൾ അവൻ്റെ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടെയാണ്. വിശ്വാസി മരിക്കുമ്പോൾ ഉടൻ തന്നെ കർത്താവിനോടുകൂടെ ആയിരിക്കുന്നു. എന്നാൽ അവൻ്റെ ശരീരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം വരെയും നിദ്ര കൊള്ളുകയത്ര ചെയ്യുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം അവൻ്റെ ശരീരത്തിനൊരു നിദ്രയാണ്. താങ്കൾക്ക് ഉറക്കത്തെക്കുറിച്ച് ഭയമുണ്ടോ? ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിദ്ര പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വിടുതലും വിശ്രമവുമാണ്. പുതിയ ദിവസത്തിന് വേണ്ടിയുള്ള പുതുക്കവും തയ്യാറെടുപ്പുമാണ് നിദ്രയാകുന്ന വിശ്രമത്തിൻ്റെ രഹസ്യം. ഒരു വിശ്വാസിയുടെ മരണത്തെ സൂചിപ്പിക്കുന്നതായ നിദ്ര എന്ന വാക്കിനേക്കാൾ മനോഹരമായ വേറൊരു വാക്കില്ല. നമ്മുടെ കർത്താവിനാൽ ഉണർത്തപ്പെടേണ്ടതിനായി ശരീരം നിദ്ര കൊള്ളുന്നു. അവന് മാത്രമേ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരിക്കൽ അവൻ വരികയും നാം നമ്മുടെ പുതിയ ശരീരങ്ങളോടെ ഉണർന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. ഉയർത്തെഴുന്നേൽപ്പ് എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് അനസ്തോസിസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എഴുന്നേറ്റ് നിൽക്കുക എന്നാണ്. അത് ശരീരത്തിൻ്റെ ഒരു അവസ്ഥയെ കുറിക്കുന്നു. ആത്മാവ് മരിക്കുകയോ നിദ്ര കൊള്ളുകയോ ചെയ്യുന്നില്ല. മരണം എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പും ഒരു വാസ്തവമാകുന്നു. ഈ കാര്യം നാം ഓർത്തിരിക്കേണ്ടതത്രേ. മരണത്തോടുകൂടെ മനുഷ്യൻ സകലവും വിട്ടുപോകുന്നു. ആശുപത്രിയിൽ പോലും മരണത്തോടെ സകലവും അവസാനിക്കുന്നതായി കാണാം. ഒരു രോഗിയെ ഡോക്ടർമാർ ശ്രദ്ധയോടെ ചികിത്സിക്കുന്നു. എന്നാൽ അവൻ മരിക്കുമ്പോൾ അവർ പ്രവർത്തനമെല്ലാം പൂർത്തിയാക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രവർത്തനം അവസാനിക്കുന്നു. മരണത്തിൻ്റെ മുമ്പിൽ ശാസ്ത്രം നിസ്സഹായതയോടെ വഴിമാറുന്നു. എന്നാൽ മനുഷ്യൻ കൈവിടുമ്പോൾ യേശു ഏറ്റെടുക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ് ഒരു വാസ്തവമത്രേ. 16-ാം വാക്യത്തിൽ നാം കാണുന്നു, ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. തോമസ് ഒരു അവിശ്വാസിയായിരുന്നു. അവനും യേശുവിനോടുകൂടെ മരിക്കുവാൻ പോകുകയാണെന്നത്രേ അവൻ ചിന്തിച്ചത്. എന്നിട്ടും അവൻ അതിന് തയ്യാറായിരുന്നു എന്നതാണ് അത്ഭുതം. 17 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ബഥാന്യ യെരുശലേമിൽ നിന്നും ഏകദേശം 2 മൈൽ ദൂരത്തായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. യെരുശലേമിൽ നിന്ന് അനേകം യഹൂദന്മാർ മാർത്തയുടെയും മറിയുടെയും അടുത്തു വന്നു. അവർ ബഥാനിയയിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു എന്നും യെരുശലേമിൽ അവർ പ്രസിദ്ധരായിരുന്നു എന്നും അത്രേ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ തുടർന്ന് നാം വായിക്കുന്നത്. ഞാൻ വായിക്കട്ടെ. 20-ാം വാക്യം. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. മാർത്ത എല്ലായ്പ്പോഴും പ്രവർത്തന നിരതയായിരുന്നു എന്ന് നാം കാണുന്നു. അവൾ വിശ്വാസം വെളിപ്പെടുത്തുന്നു. എങ്കിലും ദൈവഹിതത്തിന് വിധേയപ്പെടുവാനുള്ള ആ അസന്നദ്ധതയും അവൾ വെളിപ്പെടുത്തുന്നു. എന്നാൽ മറിയയുടെ സ്വഭാവം നോക്കിയാൽ അതിൽ നിന്ന് വ്യത്യാസമാണ്. അവൾ വീട്ടിലിരിക്കുവാനാണ് ആദ്യം താല്പര്യപ്പെട്ടത്. യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരിക്കുവാൻ അവൾ പഠിച്ചിരുന്നു. മാർത്ത യേശുവിൻ്റെ പാദത്തിങ്കൽ കൂടുതൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്നത്രേ മാർത്ത പറയുന്നത്. മാർത്തയെ, അവൻ ദൈവമാകുന്നു എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. അവൻ നിന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ ആ ഭക്ഷണമേശയിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ ദൈവമാകുന്നു എന്ന് നീ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് അവൻ്റെ വചനം കൂടുതലായി പഠിക്കേണ്ടതിൻ്റെ ആവശ്യം ഇവിടെ നാം കാണുന്നു. അവനെ ശ്രദ്ധിക്കേണ്ടത് എത്രയോ ആവശ്യമായ കാര്യമാണ്. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ മാർത്ത ഒരു പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് കാണുന്നു. ഭാവിയിൽ നമുക്ക് മഹുദ്ധീകരിക്കപ്പെട്ട ശരീരം ലഭിക്കുമെന്ന ആ വിശ്വാസം, അത് വിശ്വസിക്കുന്നതിനേക്കാൾ ഇന്ന് അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന വാഗ്ദത്തത്തിൽ ആശ്രയിക്കുന്നതിനാണ് കൂടുതൽ വിശ്വാസം ആവശ്യമായിരിക്കുന്നത്. നാളെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ
പ്രയാസം കുറഞ്ഞ കാര്യമാണ് കർത്താവ് വരുമെന്നും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നും വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കാണുവാൻ കഴിയും എന്ന് പറഞ്ഞ് കരയുന്നവരെ ആശ്വസിപ്പിക്കുകയും എളുപ്പമുള്ള കാര്യമാണത്. അതിന് വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടമായിരിക്കുന്നു, എന്നാൽ ദൈവം എന്നോടുകൂടെയുണ്ട് എന്നും അവൻ എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു എന്നുമുള്ള ഉറപ്പിനാൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു എന്ന് പറയുവാൻ കൂടുതൽ വിശ്വാസം ആവശ്യമത്രേ. മരിച്ചവരിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് മാർത്ത പഴയ നിയമത്തിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. എങ്കിലും യേശുവിന് അവളെ ഉടനെ സഹായിക്കുവാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചില്ല. യേശു അവളോട് ചോദിക്കുന്നത്, മാർത്തേ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇത് നീ അറിയുന്നില്ലേ? നമുക്ക് യേശു ഉണ്ടെങ്കിൽ ജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മീയ മരണത്തെയാണ്. ഒരു വ്യക്തി ആത്മീയമായി മരിച്ചാലും അവൻ ജീവിക്കും. തുടർന്ന് അവൻ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് പറയും. ഒരു വ്യക്തി രക്ഷകനെ സ്വീകരിക്കുന്ന സമയത്ത് ജീവൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ജീവിച്ചിരുന്ന യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. കാരണം യേശു അവനു വേണ്ടി മരണം സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കുള്ള മരണം അവന് ഇനി ഉണ്ടാകുകയില്ല എന്നർത്ഥം. അവൻ ഒരിക്കലും ദൈവത്തിങ്കൽ നിന്നും വേർപെടുകയില്ല. തുടർന്ന് യേശു അവളോട്, ഇത് നീ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു. 27 വാക്യം. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു. ഇതേ ചോദ്യമാണ് ഇന്ന് ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നത്. നീ അവനിൽ വിശ്വസിക്കുന്നു? ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാൻ സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.